ഹരിയോ NYC നടത്തി വന്നിരുന്ന നാരായണീയ പഠനം നമ്മൾ 100 ദശകങ്ങൾ പിന്നിട്ടു. അതേപോലെ തന്നെ ഈ 1 മുതൽ 100 വരെയുള്ള ദശകങ്ങളുടെ സംഗ്രഹം, തത്വങ്ങൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത്രയും പഠിച്ചതിൽ നിന്ന് പഠിതാക്കൾ എന്താണ് പഠിച്ചിരിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ടെസ്റ്റും അതേപോലെ അവരെല്ലാവരുടെ അഭിപ്രായം ചോദിക്കലാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇനി സമയമൊന്നും കളയാതെ നമുക്ക് തുടങ്ങാം. അതിപ്പോ ഞാൻ നമ്മൾ ഗ്രൂപ്പ് 8 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ആളിനെ വിളിക്കും. ചിലപ്പോൾ 4 ശ്ലോകം ചൊല്ലാനായിരിക്കും ഏതെങ്കിലും ദശകത്തിൽ നിന്ന്, പിന്നെ അല്ലെങ്കിൽ 3 ശ്ലോകം ചൊല്ലാനായിരിക്കും. ചിലപ്പോൾ ഫസ്റ്റിലായിരിക്കും, ലാസ്റ്റിലായിരിക്കും. എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേരെയൊന്നും വിളിക്കില്ല. എല്ലാരും അപ്പം സഹകരിക്കുക. നമുക്ക് തുടങ്ങാം. അപ്പം നമ്മള് ആദ്യം 1ാമത്തെ ഗ്രൂപ്പിൽ നിന്നുള്ള ആളിനെയാണ് വിളിക്കുന്നത്. ബീനക്ക കേറിയിട്ടുണ്ടോ? ഹരിയോ. ബീനക്ക 1ാം ഗ്രൂപ്പിലാണ്. 7ാമത്തെ ദശകം ഒന്ന് എടുക്കാമോ? ആദ്യത്തെ 4 ശ്ലോകങ്ങളൊന്ന് ഒന്ന് വായിക്കുക. 7ാമത്തെ ദശകത്തില് എല്ലാരും ആ 7ാമത്തെ ദശകം ഒന്ന് എടുക്കണേ. അപ്പൊ അത് ശരിയാണോ നമുക്ക് നോക്കണമല്ലോ. 7ാം ദശകത്തില് ആദ്യത്തെ 4 ശ്ലോകങ്ങൾ. തുടങ്ങട്ടെ. തുടങ്ങിക്കോളൂ. ഓം നമോ നാരായണായ. ദശകം 7. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനസ്തസ്യോദ്ധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ദാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യ ജീവാത്മകം യോബോത് സ്ത്രീതരജോ വികാര വികാസന്നന്നാസി സൃഷ്ടാരസ സ്വയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം ഗല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗതാം പദേ തപതപേത്യേവം ഹി വൈഹായസീം വാണി മേ നമഃ ശ്രീവശ്രുതി സുഖാം പൂർവം സ്തവസ്ത്രേരണാം കോസൗ മാമവദത് പൂമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ ദീക്ഷ്യൂദീക്ഷകിമപ്യനീക്ഷിതവദാ വാക്യാർത്ഥമുപശ്യത ദിവ്യം വർഷസഹസ്രമാത തപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതമാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം മായായത്ര കഥാപി നോ വികരുതേ വാദേ ജഗദ്ഭ്യോംബഹി ശോകക്രോധ വിമോഹ സാത്വസ്വമുഖ ഭാവാസ്തു ദൂരം കഥാ സാന്ദ്രാനന്ദചരിച്ചയത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തേ ധാമ വിപാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ഹരിയോ. അടുത്തായിട്ട് സരസ്വതി അക്ക, ആ ഗ്രൂപ്പിലെ സരസ്വതി അക്ക 12ാമത്തെ ദശകത്തിലെ ലാസ്റ്റ് 3. 12ാമത്തെ ദശകം എടുക്കുക, ലാസ്റ്റ് 3. ൂർത്തപ്രസാരി പരിദ്രൂമ വിദ്രുതരോമാ പ്രോക്ഷിപ്തവാലാതിരവാങ്വഹോരഹോടാഹ പൂർണ്ണപ്രതീർണ ജലത പരിപൂർണ ദക്ഷിണാ സ്തോത്രിൻ മുനീൻ ശിശിരയന്നവതരേത ത്വം അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ വസു മദീഗവേഷയസ്ത്വം ദൃഷ്ട്വാ ദൈത്യഹതകേന രസാതലാന്തെ സംവേശിതാം സടിതി കൂടഖിഡിർവിഭോ ത്വം ആപാതുകാന വിഗണയ്യ സുരൈരികേഢാംഗ്ുരേണ വസുതാമദദാസലീലം അഭ്യുന്തരം നദരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവാദികപി വരാത്മ ഉദ്ഘോര സലിലാജ്ജലദേ രുദഞ്ചൻ ക്രീഡാവരാവഹ പുരീശ്വര പാഹിരോഗാ സർവത്ര ഗോചരമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിയോ മക്ക. 1ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ഇനി ആരൊക്കെയാണ്, വേറെ ആരെങ്കിലും ചൊല്ലാൻ റെഡി, ഈ ശ്ലോകങ്ങൾ ചൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ 2ാമത്തെ ഗ്രൂപ്പിലേക്ക് പോകാം. വിമലാക്ക, അല്ലെങ്കിൽ ലാസ്റ്റിൽ ചൊല്ലിക്കാം സമയം ഉണ്ടെങ്കിൽ. വിമലാക്ക 15ാമത്തെ ദശകം എടുക്കൂ, ഫസ്റ്റ് 4 ശ്ലോകാസ്. ഹരിയോം. ഓം നമോ നാരായണായ. ദശകം 15 കപിലോപദേശം. മതിരിക ഗുണസക്ത ബന്ധകൃത്യേഷു സക്ത ത്വമൃതകൃതുവരന്തേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരുദിത്യം ദേവഭൂത്യേന ഗാദിഹി
പ്രകൃതി മഹദഹങ്കാര ച മാത്ര ച ഭൂതാജ്ഞവിഹൃദവിദശാക്ഷി പുരുഷ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരുത്യം ദേവഹൂനഗാദിഃ പ്രകൃതിഗത ഗുണൗഖൈർന്യാജ്യതേ പുരുഷോയം യദ്ധിതോ സജതി തസ്യാം തസ്ഗുണസ്തം ഫലേ ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാഭ്യപേയ കപിലതനുരുദിത്യം ദേവഹൂനഗാദിഃ വിമലമതിരുപാത്തൈരാസനാദേർമദംഗം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയോ താനുവേലം കപിലതനുരുദിത്യം ദേവഹൂനഗാദിഃ. ഹരി ഓം. ഹരി ഓം. ജയശ്രീ ശിവപ്രസാദ് 20ാമത്തെ ദശകം ലാസ്റ്റ് 4 ശ്ലോകാസ്. നവാഭവൻ യോഗി വരാനവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡൻ സൈകാ സ്വദേശി ത്വശീതിസ്തവശേഷപുത്രാഃ തപോബലാത് ഭൂസുരഭൂയമീയുഃ ഉക്ത്വാ സുരേഭ്യോദ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യന്യുതമുക്തിമാർഗം സ്വയം ഗതഃ പാരമഹംസ്യ വൃത്തിം അഥാ ജഡോന്മത്തപിശാചചര്യാം പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിചചാര കൃഷ്ണം മഹീമഹീനാത്മരസാഭിലീനഃ ശയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരന്നാപ്യ പരം സ്വരൂപം ദവാഹൃദാംഗഃ കുടകാചലേ ത്വം താപാൻ മമാപാകുരുവാദനാഥ. ഹരി ഓം. അപ്പൊ അടുത്തത് 3ാം ഗ്രൂപ്പിൽ നിന്നും ബിനിയക്ക. അക്ക 25ാമത്തെ ദശകത്തിൽ നിന്ന് ഫസ്റ്റ് 4 ശ്ലോകാസ് ചൊല്ലിക്കോളൂ. ആദ്യത്തെ നാല്. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആകൂർണ ജഗദണ്ഡ കുണ്ട കുഹരോ ഘോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജ്യഹൃദേ പൂർവം കഥാപി അശ്രുതം കമ്പ കശ്ചന സംഭപാത ചരിതോപ്യം ഭോജ പൂർവിഷ്ടരാത് ദൈത്യേദിച്ചു വിസൃഷ്ട ചക്ഷുഷി മഹാബ്രഹ്മണി സ്തംഭത സംഭൂതം ന മൃഗാത്മകം ന മനുരാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതം അദ്ഭുതമിതി വിഭ്രാന്ത ജിത്തേ സുരേ വിസ്ഫുജ്യ ധവലോഗ്രരോമ വികസദുഷ്മാത് സമാജംഭത സപ്തസ്വർണ സവർണ പൂർണ്ണതതിരൂക്ഷാഷം സടാകേസര പ്രോത്കമ്പ പ്രണികുംബിതാംബരമഹോ ജിയാത്ത വേദം വപു വ്യാപ്തവ്യാപ്ത മഹാദരീ സഖമുഖം ഗഡ്ഗോഗ്ര വൽഗൻ മഹാജുഹ്വ നിർഗമ ദൃശ്യമാന സുമഹാദൃഷ്ടായുഗോഡാമരം ഉത്സവ ഭീഷണഹനും പ്രസ്വസ്തവീയസരഗ്രീപം പീവരദോ ശതോദ്ഗത നഖക്കൂരാംശു ദൂരോദ്ബണം വ്യോമോലംഘ്യ ഖനാഖനോപമഖന പ്രധാന നിർദ്ധാവിത സ്പർദ്ധാലു പ്രകരം നമാമി ഭവതസ്തന്നാരസിംഹം ബഭൂ. ഹരി ഓം. ചന്ദ്രമതിയൊക്കെ ഉണ്ടോ? ചന്ദ്രമതിയൊക്കെ കയറിയിട്ടുണ്ടോ? ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ചന്ദ്രമതിയൊക്കെ 30ാമത്തെ ദശകം ഒന്ന് എടുത്തിട്ട് ലാസ്റ്റിലെ 4 ശ്ലോകങ്ങളൊന്ന് ചൊല്ലിക്കോളൂ. 30ാമത്തെ ദശകം 30 ലാസ്റ്റ് 4 ശ്ലോകാസ്. ഗാത്രേണ ഭാവി മഹിമോചിത കവരും പ്രാഗവ്യാവൃണ ദേവധരണിം ചലയന്നയാസീം ഛത്രം പരുഷ്മദ്രിനാർത്ഥമിപദാനോ ദണ്ഡം ക്ഷമാനവദിനെ ശിവസന്നിധാതും തം നർമ്മദോത്തരതടേ ഹയമേധശാലാമാസേ ദുഷീത്വയീരുജാതവ രുദ്ധനേത്രൈ ഭാസ്വാൻ കിമേഷദഹനോനു സനത്കുമാരോ യോഗീനു കോയമതി ശുക്രമുഖേ ശശങ്കേ ആനീതമാശു മൃഗവിർമഹാസാഭിസ്കൂതൈ സുത്തം രമ്യരൂപമസുരപുളകാവിർദാംഗ ഭക്ത്യാസമയത്തെ സുകൃതി പരിഷിച്ച് ബാധോ തത്തേയമന്യത്രിതമൂർത്തിനി തീർത്ഥതീർത്ഥം പ്രഹ്ലാദവും ചജതയാ കൃതുവർപ്പിത് ദുർവിജേഷു വിശ്വാസതോ നതതിദം ദിജോബിലേബേ യത്തേ പദാമുഗിരിശസ്യ ശിരോബിലാള്യം സത്വം വിഭോ ഗുരുപാലയ പാലയേത സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഹരി ഓം. നീ 4ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് പ്രഭാക 38ാമത്തെ ദശകം എടുക്കൂ. അതിലെ ഫസ്റ്റ് 4 ചൊല്ലിക്കോളൂ. 38ാമത്തത് ദശകം 38. ഓം നമോ ഭഗവതേ വാസുദേവായ. ആനന്ദരൂപ ഭഗവന്നൈ തേവദാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണേ കാന്തിവ്രജൈരിവകനാഗന മണ്ഡലേർദ്യമാവൃണ്ണതി വിരുരുജേ കില വർഷവേല ആശാസു ശീതളതരാസു പയോദതോയൈ ആശാസിദാപ്തി വിവശേഷു സജ്ജനേഷു നൈഷാകരോദയവിതോ നിശിമധ്യമായാം ക്ലേശാഭ
ഹസ്ത്രി ജഗദാ ത്വമിഹാ വിരാസി ബാല്യസ്പൃശാഭി വപുഷാ ദദുഷാ വിഭൂതിർ ഉദ്യത് കിരീട കടകാംഗദഹാര ഭാസ ശങ്കാരി വാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതിഗേഹേ വർഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാശ ലക്ഷിത കടാശ വിമോശ ഭേദൈ തന്മന്ദിരസ്യ കലഹംസ ദാമ ലക്ഷ്മീം ഉമ്മാർജയന്നിവ വിരേജിത വാസുദേവ. ഹരി ഓം. ലാലിയൊക്കെ ഉണ്ടോ? ലാലിയൊക്കെ ഹരി ഓം. ലാലിയൊക്കെ കയറിയിട്ടുണ്ടോ? ഉണ്ട്. ലാലിയൊക്കെ 41ാമത്തെ ദശകത്തിലെ ലാസ്റ്റ് 4 ചൊല്ലിക്കോളും. ലാസ്റ്റിലെ 4. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗൃഹേഷു തേ കോമളരൂപഹാസമിതഃ കഥസങ്കുലിതാകമന്യവൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാ സമാഗതാ പ്രത്യഹമത്യനന്ദൻ. അഹോ കുമാരോ മയി ദത്തദൃഷ്ടിസ്മിതം കൃതം മാ പ്രതിവത്സകേന ഏഹി മാമിത്യുപസാര്യഭാണി ത്വയീശ കിം കിം ന കൃതം വധൂഭിഃ. ഭവദ്വപുസ്പർശന കൗതുകേന കരാത്കരംഗോപവധൂജനേന നീതസ്തമാതാമ്ര സരോജമാലാവ്യാലംബിലോലാംബതുലാമലാസി നിപായയന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദാ കഥമാം ന ഭേജേ സദാദൃശ പാഹി ഹരേ ഗദാത്മാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അതേ ഗ്രൂപ്പിലുള്ള ജയലക്ഷ്മി അക്ക ഉണ്ടോ? ജയലക്ഷ്മി അക്ക കണ്ടല്ലോ. ഉണ്ട്. 50ാമത്തെ ദശകം. അതിലെ ഫസ്റ്റ് 4 തന്നെ. ഫസ്റ്റ് 4 ചെല്ലും. 50ാമത്തെ ദശകത്തിലെ ഫസ്റ്റ് 4. തരളമധുർവൃന്ദേ വൃന്ദാവനേ തമനോഹരേ പശുപശിസുഭിസ്സാഗം വത്സാനുപാലനല്ലോലുപ ഫലധര സഗോദേവ ശ്രീമൻ വിജേരിദദ്ധാരയൻ ഗവലമുരളീ വേത്രം നേത്രാഭിരാമ തന്മുദ്യുതി വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകാരാംബുജലാളിതം ദദതി ചരണാദ്വന്ദ്ം വൃന്ദാവനേ ത്വയി പാവനേ കിമിവ നവപൗ സംവത്സപൂരിതം തരുവല്ലരി സലിലധരണി ഗോത്രക്ഷേത്രാധികം കമലാപദേ വിലസദുലഭേ കാന്താരാന്തേ സമീരണശീതളെ വിപലയമുനാ തീരെ ഗോവർദ്ധനൗ ചലമൂർധസൗ ലളിതമുരളീനാഥ സഞ്ചാരയൻ ഖലു വാത്സകം കൊചല ദിവസേ ദൈത്യം വത്സാംകൃതിം ത്വമുദൈക്ഷതാ രസപവിലസ പുച്ഛം വിച്ഛായതോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമതചരണേ ബിഭ്രാമയൻ മുഹുരുത്തുകൈ കുഹജന മഹാവൃക്ഷേ ശിക്ഷേവിദക്ഷത ജീവിതം. ഹരിയോ. അപ്പൊ ഇനി ഗൗരിദേവിയൊക്കെ 60ാമത്തെ ദശകം. 60ാമത്തെ ദശകത്തിലെ ഫസ്റ്റ് 4. ഗൗരിദേവിയൊക്കെ ഹരിയോ. ദശകം 60. മദനാതുര ചേതസോ നഹം ഭവതം ക്രിയതയാസ്യകാമയ കായമുനാതട സേംനിസൈഗതിം തരലാക്ഷോ ഗിരിജാ സമാർച്ചിജൻ തവ നാമ കഥാരദാ സമം സുദൃശപാദരൂപാഗതാ നദീം ഉപഹാരശ ധൈര്യ പൂജയന്തൈതോ നന്ദസുതോ ഭവേദിതി ഇതി മാസമുപാഹിത വ്രത തരലാക്ഷീരഭിവീക്ഷതാ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസി തദനു ഗ്രഹേച്ഛയാ നിയമാവസിതൗ ജിജാംബരം തടസീമന്യവ മുച്യതാസ്തദാ യമുനാജല കേലനാകുല പുരതസ്ത്വാമവലോക്യ ലജ്ജിത. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഉഷാമാധവനക്ക 65ാമത്തെ ദശകം എടുത്തിട്ട് അതിലെ ലാസ്റ്റ് 4. 65. ഹരിയോ. കാചിത്രികേ പുനരസഞ്ചിത കഞ്ജുളീക വ്യാമോഹത പരവധൂഭിരക്ഷ അലക്ഷ്യമാണ ത്വാമായ നിരുപമ പ്രണയാധിപാരരാജ്യാഭിഷേക വിധേ കലശീധരൈവ കാഞ്ചിത് ഗൃഹാത് കില നിരേതു അപാരയന്ത്യസ്തവമേവ ദേവഹൃദേ സുദൃഢം വിഭാവ്യ ദേഹം വിദൂയ പരിചിത്സുഖ രൂപമേകം ത്വാമാവിശൻ പരമിമാനനു ധന്യധന്യ ജരാത്മനാന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാ പരമഹംസഗതീം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥം ചിത്തേ വഹൻ അമൃതം അശ്രമമശ്നുവീയ അഭ്യാഗതാഭിരഭിതോ ഭദ്രസുദ്രീവൃക്കി മുക്തസ്മിതാർദ്രവദന കരുണാവലോകി നിസീമകാന്തി ജലധി സ്തോമയക്ഷ്യവാണോ വിശ്വൈകഹൃദ്യ ഹരമേ പവനേശ്വരോഗാൻ. ഹരിയോ. ഹരി ഓം. ഓമനസീക്കിയൊക്കെ ഉണ്ടോ? 7ാമത്തെ ഉണ്ട്. 7ാമത്തെ ഗ്രൂപ്പിൽ നിന്നും കണ്ടായിരുന്നു. 70ാമത്തെ ദശകം ആദ്യത്തെ 4 ചൊല്ലിക്കോളൂ.
ഓമന സീക്കിയക്ക. ഇരിത്വൈരസാകുലം രമിത വല്ലഭേ വല്ലഭ കഥാഭിപുരമംബികാകമിതുരംബികാ കാനനെ സമേദ്യ ഭവതാ സമം നിശേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസൈവ പ്രജപമുഗ്രനാഗസ്തദാ സമുന്മുഖമതോന്മുഖൈരഭിഹിതേപി തസ്മിൻ ബലാദ് അമുഞ്ജതി ഭവത്പദേ രപതി ബാഹി ബാഹീദിതൈ തഥാ ഖലു പദാ ഭവാൻ സമുപഗമ്യ വസ്പർശകം വഭോ സജ നിജാം തനും സമുപസാദ്യ വൈദ്യാധരീം സുദർശനധര പ്രഭോ നനും സുദർശനാഖ്യോസ്മ്യഹം മുനിൻ കുചിതുവാഹസം തൈഹമാമ്യദുർവാഹസം ഭവത്പദ സമർപ്പണാദമലതാം ഗതോസ്മീത്യസൗ സുവൻ നിജപദം യയൗ വ്രജപദം ച ഗോപാമുദ കഥാപി ഖലു ധീരിണാ വിഹരതി ത്വയി സ്ത്രീജനൈർ യഹാരധനഗാനുക സകല ചങ്കചൂടോബല അതിദ്രുതമനുദ്രുത സ്തമതമുക്ത നാരീജനം രുരോജിത ശിരോമണീം ഫലപ്രദേശ തസ്യാദദാ. ഹരിയോ. ഹരിയോ അക്ക. ഇനി 8ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് രാജലക്ഷ്മി അക്ക. രാജലക്ഷ്മി അക്ക 80ാമത്തെ ദശകം ചൊല്ലിക്കോളൂ. 4 എണ്ണം. നമോ ഭഗവതേ വാസുദേവായ. സത്രാജിതസ്ത്വമതലുപ്തവദർക്കലബ്ധം ദിവ്യം സിമന്തകമണീം ഭഗവന്നയാജി തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ദ്വൈരതാം ചലതോ വിബോധും അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസാ പ്രസേനസ്തത്പാദാകലഭുവിവഹൻ പ്രാപമൃഗയാം അഹന്നേനം സിംഹോ മണിമഹസിമാം സഭ്രമവശാത് കപീന്ദ്രസ്ത്വം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ ശശംസു സത്രാജിത് ഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷഗണിക തദസർവജ്ഞോപി സ്വജനസഹിതോ മർഗണപരാ പ്രസേനം തം ദൃഷ്ടാ ഹരിമപി ഗതോ ഭൂകവിഗുഹാം ഭവന്തമവിതർക്കന്നതിവേയാ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹിമാം കൈഹരോത്തു വിദ്യാലപൻ വിഭോ രഘുപദേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭിശ്ചിരം തവ സമർച്ചനം വ്യതിത ഭക്ത ചൂടാമണീം. ഹരിയോ. ഹരിയോ അക്ക. ഇനി ജയശ്രീ ഒക്കെ കയറിയിട്ടുണ്ടോ? ബി. നിങ്ങളുടെ എത്രാമത്തെ വരെയായിരുന്നു? 89. 88ാമത്തെ ചൊല്ലിക്കോളൂ. 88ാമത്തെ ദശകം. അതിലെ ലാസ്റ്റ് 4. യുവാമാമേവദ്വാവധിക വിവൃതാന്തർഹിതതയാ വിഭിന്നൗ സന്ദ്രഷ്ടും സ്വയമഹമഹർഷം വിജസുതാൻ നയേതന്ദ്രാഗേതാനിധി ഖലു വിദീർണാൻ പുനരമൂൻ വിജായാദായാദാ പ്രണതമഹിമാ പാണ്ഡുജനുഷാ ഏവം നാനാവിഹാരേ ജഗദഭിരമയൻ വൃഷ്ണിവംശം പ്രവൃഷ്ണൻ നീജാനോ യജ്ഞഭേദൈരതുല വിഹൃതി വിപ്രീണയന്നേണ നേത്ര ഭൂവാരക്ഷേപദം ഭാത് പദകമലജുഷാ മോക്ഷണായ അവതീർണ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാദ്യദുഷമനുജതാരൂക്ഷിതസ്ത്വം യലാസി പ്രായേണ ദ്വാരവത്യാമവൃതദൈതദാ നാരദസ്ത്വദ്രസാദ്രസ്തസ്മാല്ലേഭേ കദാചിത് ഖലു സുഹൃതനിധിസ്തത്പിതാ തത്വബോധം ഭക്താനാമഗ്രയായി സജ ഖലു മതിമാനുദ്ധവസ്ത്വത്തയേവ പ്രാപ്തോ വിജ്ഞാനസാരം സകില ജനഹിതായാധുനാസ്തേ മെദര്യാം സ്വയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ യത്ര സൗഹാർദ്ദ ഭീതി സ്നേഹദ്വേഷാനിരാഗ പ്രഭൃതി വിരതുലൈശ്രമൈർയോഗഭേദൈ ആർത്തിം തീർത്താ സമസ്താമൃതപദമഗു സർവദ സർവലോക സത്വം നിസ്വാർത്ഥി ശാന്തൈ പവനപുരപദേ ഭക്തിപൂർത്യൈ ച ഭൂയ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ. ഹരിയോ. ഹരിയോ മക്ക. വളരെ നന്നായിരുന്നു. അപ്പം ഓരോ ഗ്രൂപ്പിൽ നിന്നും ഈ 2 പേരെയാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ പരീക്ഷ ഇതുകൊണ്ട് കഴിഞ്ഞു. ഇതാണ് പരീക്ഷ എന്ന് പറഞ്ഞിരുന്നത്. എല്ലാവരും വിജയിച്ചു. A+ ഗ്രേഡും ഒക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. വളരെ നന്നായിട്ട് എല്ലാവരും ചൊല്ലിയിട്ടുണ്ട്. അതിന് ഞാൻ ഇത് പഠിപ്പിച്ച പഠിപ്പിച്ച ശിക്ഷകരോടും നിങ്ങളോടും എല്ലാവരോടും ഒക്കെ നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നന്നായിട്ട് ചൊല്ലിയതിന്. ഇനി നമുക്ക് ഇതിനൊരു അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അത് പറയാൻ വേണ്ടി ഞാൻ രത്നവല്ലിയൊക്കെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് പേര് വിളിക്കും. അപ്പൊ അതനുസരിച്ച് അവർ വന്ന് അഭിപ്രായം പറയുക. ഇനിയുണ്ട്, സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇതിന് കുറച്ച് സമയം എടുത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതും കൂടെ കഴിഞ്ഞ് നിർത്താം. ഹരിയോ. ഞാൻ ഉണ്ടാവും. പക്ഷെ പറയുന്നത് പേര് വിളിക്കുന്നത് രത്നവല്ലിയൊക്കെ ആയിരിക്കും. ഹരിയോ. ഹരിയോ. നമ്മുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു എന്നാണ് ഇന്ദിരാദേവിയൊക്കെ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ നമ്മൾ അനുഭവങ്ങൾ പങ്കുവെക്കുക. അതായത് 1 മുതൽ 100 വരെയുള്ള ദശകങ്ങൾ നമ്മള് ഇവിടെ പഠിച്ചു കഴിഞ്ഞു, പാരായണം ചെയ്തു. അതിന്റെ വ്യാഖ്യാനം ഒക്കെ നമ്മൾ കേട്ടു.
ഇനിയിപ്പോ നമ്മൾ അതിന്റെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കണം. അപ്പൊ ഞാൻ നാരായണീയത്തിനെ പറ്റി ഒരു 2 വാക്ക് പറയാണ്. നാരായണീയം യഥാർത്ഥത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായ നമുക്ക് വേണ്ടി തന്നെയാണ് ഭഗവാൻ അയാളെ ഭട്ടതിരിപ്പാടിനെ കൊണ്ട് ഈ ഒരു മഹത് ഗ്രന്ഥം രചിപ്പിച്ചത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഭാഗവതത്തിന്റെ ഒരു സംഗ്രഹ രൂപമാണ് നാരായണീയം എന്നത് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതം 1036 ശ്ലോകങ്ങളുള്ള നാരായണീയത്തിന്റെ രൂപത്തിൽ സംഗ്രഹിച്ചു ഭട്ടതിരിപ്പാട്. ഈ ഭാഗവതത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഞാനതിവിടെ സൂചിപ്പിക്കാൻ മാത്രം. വേദവ്യാസ മഹർഷി അനേകം ഗ്രന്ഥങ്ങൾ എഴുതി. അതായത് 4 വേദം, 17 പുരാണം, മഹാഭാരതം ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വേദവ്യാസ മഹർഷിക്ക് എന്തോ ഒരു മനപ്രയാസം, ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ നാരദ മഹർഷിയായിട്ട് കാണാനിട വരുന്നത്. അപ്പൊ നാരദ മഹർഷി അദ്ദേഹത്തോട് പറയണ്ടായി, നിങ്ങളെ കുറെ ഗ്രന്ഥങ്ങൾ രചിച്ചു, പക്ഷെ അതിലൊക്കെ നിങ്ങളെ പ്രാധാന്യം കൊടുത്തത് അർത്ഥ കാമ മോക്ഷത്തിനൊക്കെയാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്തത്. നിങ്ങള് ഭഗവാന്റെ മോക്ഷസാധനയായ ഒരു ഗ്രന്ഥം എഴുതണം, ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണന്റെ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഭാഗവതം രചിച്ചത്. അതോടെ അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തീർന്നു അത്രേ. മാത്രമല്ല, ഈ ഭഗവാന്റെ തിരോധാന സമയത്ത് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു, ഉദ്ധവൻ പോയി ഭഗവാനോട് പറഞ്ഞിരുന്നു എന്നെയും കൂടെ ഭഗവാന്റെ കൂടെ കൂട്ടണം. അപ്പൊ അങ്ങനെ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങള് ബദരി പോയിട്ട് നിൽക്കുക വേണ്ട എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഈ ഭാഗവതത്തില് ഞാനുണ്ട്, ഞാൻ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഭാഗവതത്തിൽ. ആ ഭാഗവതം ഈ കലികാലത്ത് നമ്മളെ പോലുള്ളവർക്ക് വായിച്ച് ഭഗവാന്റെ പാദത്തിലെത്താനുള്ള, അതായത് മോക്ഷം ലഭിക്കാനുള്ള ഒരു ഗ്രന്ഥമാണ്. ആ ഭാഗവതത്തിന്റെ ഒരു സംഗ്രഹമാണ് ഈ നാരായണീയം. അതുകൊണ്ട് തന്നെ ഈ നാരായണീയത്തിന്റെ മഹത്വം പിന്നീട് പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഒരു മഹത് ഗ്രന്ഥമാണ് നമ്മളിപ്പോ ഇവിടെ ഈ ഇന്ദിരാദേവി അക്കയുടെ നേതൃത്വത്തില്, ഒരുപക്ഷെ ഇന്ദിരാദേവി അക്കയെ ഭഗവാൻ തോന്നിച്ചു തന്നെയാണ്, അല്ലാണ്ട് ഒരാൾക്ക് ധൈര്യം വരൂല്ല. പ്രത്യേകിച്ച് അക്ക എപ്പോഴും പറയുന്നത് കേൾക്കാം, എനിക്ക് ഈ നാരായണീയത്തിനെ പറ്റി വലിയൊരു വിവരമൊന്നും ഇല്ലായിരുന്നു എന്ന്. അങ്ങനെയുള്ള ഒരക്കക്ക് ഇതിന് ഒരു പ്രചോദനം ഉണ്ടായത് ഭഗവാൻ നമ്മൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിൽ പലരും തന്നെ, ഞാൻ അടക്കം, ഇതിനെപ്പറ്റി വലിയൊരു അറിവില്ലാത്തവരായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പലരും പറയുന്നത് കേട്ടിട്ട്. അങ്ങനത്തെ നമുക്ക് ഇപ്പോ എല്ലാവർക്കും ഈ നാരായണീയം വളരെ എന്താ പറയണ്ടേ, നമുക്ക് വളരെ കോൺഫിഡൻസോട് കൂടി വായിക്കാനും അതിന്റെ വ്യാഖ്യാനങ്ങളും കുറെയൊക്കെ പറയാനൊക്കെ ഉള്ള ഒരു ധൈര്യം നമുക്ക് ഇവിടെ കിട്ടി. അത് തന്നെയാണ് വലിയൊരു കാര്യം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വളരെ പണ്ട് തന്നെ ഈ നാരായണീയം ബുക്ക് ഉണ്ട്. നമുക്കെല്ലാവർക്കും പറയാൻ സമയക്കുറവ് എന്ന് തന്നെ പറയാം. ജോലി തിരക്കും അങ്ങനെ ഒക്കെ ഉള്ള സമയത്ത് ഈ നാരായണീയം തൊട്ട് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് ഓൺലൈനില് ഒരു ഗുരുവിനെ കിട്ടി, ഹരിദാസ് ജി. അദ്ദേഹം പാലക്കാടുകാരനായിരുന്നു. പാലക്കാടുകാരനാണെങ്കിലും അയാൾ തിരുവനന്തപുരത്താണ് റിട്ടയർ ചെയ്തതിനു ശേഷം താമസിച്ചത്. അയാൾ ഒരു ഓൺലൈൻ പരിപാടിയുണ്ട്, ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത് പങ്കെടുത്തിട്ടുണ്ടാവും. നമ്മളുടെ ഭാരതം ഒട്ടാകെ ഇപ്പൊ എല്ലാവരെയും ഈ ഓൺലൈനിൽ നാരായണീയം പഠിപ്പിക്കുന്നുണ്ട്. അയാള് ഭാരതത്തിന് പുറത്തും ഇപ്പോഴും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഈ ദശകം 1 മുതൽ 100 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു. പക്ഷേ അങ്ങനെ പഠിച്ചെങ്കിൽ കൂടി ഞാനിവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, പിന്നീടാണ് ഈ ഒരു അവസരത്തിൽ ഒരു പങ്ക് ആവാൻ എനിക്കും സാധിച്ചത്. തുടക്കത്തിലൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് ഏകദേശം പകുതിയോളാകുമ്പോഴായിരിക്കാം ഞാൻ ഇതിൽ പങ്കെടുത്തത്. പക്ഷെ ഇവിടുന്ന് കിട്ടിയൊരു മേന്മ എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മള് മറ്റതിങ്ങനെ കേട്ട് പഠിച്ചു
അവർക്ക് ചൊല്ലിക്കൊടുക്കണം. ഇവിടെ നമ്മളായിട്ട് ഇൻവോൾവ് ചെയ്യാണ് ഇതിൻ്റെ അകത്ത്. നമ്മളെ പിന്നെ ചാൻഡിങ് ഗൈഡൻസ്, ചാൻഡിങ് റിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ചാൻഡിങ് റെപ്പിറ്റീഷൻ, പിന്നെ വ്യാഖ്യാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ നാരായണീയത്തെ പറ്റി കൂടുതൽ ഒരു അവബോധം കിട്ടി എന്നാണ് എന്റെ അനുഭവത്തില് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യം എന്റെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളവരാണ് ഇതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടത്. അതിന് ഞാൻ ഓരോരാളായിട്ട് പേര് വിളിക്കാം. എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ജതീന്ദ്രൻ അണ്ണന്. ഹരി ഓം. ജതീന്ദ്രൻ അണ്ണ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി. എല്ലാവർക്കും ഹരി ഓം. ധന്യമായ ഒരു സായാഹ്നം ആയിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു. എനിക്ക് പറയാൻ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ 2022 സെപ്റ്റംബർ മാസത്തിലാണ് തോന്നുന്നു ഇന്ദിരാദേവിയൊക്കെ ഫോൺ ചെയ്ത് നാരായണീയ പഠനം SPYSS നടത്താൻ ഉദ്ദേശിക്കുന്നതായും അതിൽ പങ്കുചേരാൻ താല്പര്യപ്പെടുകയും ചെയ്തു. എൻ്റെ ഇൻസ്റ്റന്റ് റിയാക്ഷൻ എന്തായിരുന്നു വെച്ചാൽ, ഞാൻ അക്കയോട് പറഞ്ഞു, എൻ്റെ അടുത്ത് നാരായണീയം പുസ്തകമൊന്നുമില്ല, എങ്ങനെയാണ് ഞാൻ ഇതൊന്നുമില്ലാതെ അടുത്ത ആഴ്ച വെച്ചാണ് തുടങ്ങേണ്ടിയിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു പുസ്തകമൊന്നും വേണ്ട, ശ്ലോകങ്ങളൊക്കെ വാട്സപ്പ് ചെയ്ത് തരാം, അത് നോക്കി ചാറ്റിങ്ങും മറ്റും ചെയ്താൽ മതി, പിന്നെ എക്സ്പ്ലനേഷൻ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് സന്തോഷപൂർവ്വം അങ്ങനെ ഈ പഠനത്തിൽ ചേരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ നാരായണീയത്തിൻ്റെ നാരായണീയം ഇതിനെ പറ്റിയിട്ട് ഞാൻ കേട്ടത് മേൽപ്പത്തൂർ ഭട്ടതിരിക്ക് ഈ വാതരോഗം പിടിപെട്ടതും അദ്ദേഹം ഗുരുവായൂർ പോയി, ഗുരുവായൂരിപ്പോഴും കാണാം അദ്ദേഹം എഴുതിയിട്ടുള്ള സ്ഥലം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തേടി ഈ നാരായണീയം രചിച്ച് അദ്ദേഹത്തിന് രോഗം പൂർണ്ണമായി ബലപ്പെടുകയും ചെയ്തു. അത് കൂടാതെ നാരായണീയത്തിന് എന്താണ് എന്നുള്ളത് എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ഭഗവത്ഗീത ഉണ്ട്, ഇതുണ്ട്, എന്താണ് അധ്യാത്മരാമായണം ഉണ്ട്, ഈ വക കുറച്ച് പുസ്തകങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അതിൽ നാരായണീയം പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് നാരായണീയത്തിൻ്റെ തുടക്കം ഇന്ദിരാദേവിയൊക്കെ പറഞ്ഞ ഉടനെ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ള ഒരു നിശ്ചയമില്ലായിരുന്നു, ഞാൻ പറഞ്ഞ മാതിരി. അപ്പോൾ ഈ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ദശകം 1 ചില ശ്ലോകങ്ങൾ, ഉദാഹരണത്തിന് എന്താണ് ഈ ഗുരുവായൂർ വസിക്കുന്ന ഭഗവാനെ കാണാൻ പറ്റുന്നത്, ഈ കലിയുഗത്തിലെ ആൾക്കാർക്ക് കാണാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ് എന്ന് തുടങ്ങിയിട്ട് ബാക്കി ഭഗവാനെ പറ്റിയിട്ടുള്ള വർണ്ണനയും എല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാഹിത്യത്തിലൊക്കെ പറയുന്നല്ലോ, ആനന്ദസാഗരത്തിൽ ആറാടി എന്നൊക്കെ പറഞ്ഞ മാതിരിയാണ്. വല്ലാതെ ഒരു രോമാഞ്ചം ഉണ്ടാവുകയും കണ്ണുകളൊക്കെ നിറയണ മാതിരത്തെ അത്ര ഭംഗി ആയിട്ടുള്ള വിവരിച്ചിട്ട് ഉള്ള ഒരു ഗ്രന്ഥം ഇതുവരെ നമുക്ക് നോക്കാൻ പറ്റിയില്ലല്ലോ എന്ന ഒരു സങ്കടം എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. അത്രയ്ക്ക് മനോഹരമായിരുന്നു മേൽപ്പത്തൂരിൻ്റെ വിവരണം. ഇനിയിപ്പോൾ ഇവിടുത്തെ പഠനത്തിൽ ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഈ നാരായണീയ പഠനം കാരണം സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള ശ്ലോകങ്ങളെല്ലാം തന്നെ അനായാസേന ചൊല്ലി പഠിക്കുവാൻ നമ്മുടെ ഭൂരിഭാഗം യോഗബന്ധുക്കൾക്കും, പ്രത്യേകിച്ച് ഈ നാരായണീയം ഗ്രൂപ്പിൽ ഗുരുവായൂരിൽ പാരായണം ചെയ്യാനിരിക്കുന്നവർക്കും പറ്റുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. സുധാക്കയും ഞാനും ഞങ്ങളോട് ഏറ്റവും ഏറ്റെടുക്കുവാൻ പറഞ്ഞ ചില ദശകങ്ങൾ വലിയ തെറ്റുകൾ കൂടാതെ ചൊല്ലാൻ സാധിച്ചതും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു കടാക്ഷം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പഠനം ഇത്രയും ഭംഗിയായും ചിട്ടയോടുകൂടിയും ഏതാണ്ട് 2 വർഷത്തോളം നീണ്ടുനിന്ന ഈ ഒരു തപസ്യയ്ക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ഇന്ദിരാദേവി അക്കയോടുള്ള കൃതാർത്ഥത എത്ര പറഞ്ഞാലും മതിയായില്ല. അത് നിങ്ങളെല്ലാവരും എന്നോട് യോജിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ
ഈ ജ്ഞാനപാന പാരായണം കഴിഞ്ഞതിന് ശേഷമാണ് നാരായണീയം ഇന്ദിരാദേവിയൊക്കെ തന്നെയാണ് സജസ്റ്റ് ചെയ്തതും SPYSS അത് ഏറ്റെടുത്തതും. അപ്പോൾ ഇനിയിപ്പോൾ ഗുരുവായൂരിലെ ഈ നാരായണീയ പഠനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഇത് ഈ നാരായണീയം ഒരു ആവർത്തി കൂടി നമ്മളിങ്ങനെ SPYSS ഏറ്റെടുക്കണം, എല്ലാവരെ കൊണ്ടും ചൊല്ലിക്കണം. അപ്പോഴേക്കും കുറെ പുതിയ മെമ്പേഴ്സ് വരുമല്ലോ, 18th batch 19th batch 17th batch എന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്യണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇത് ഈ ഇന്നിപ്പോ ഞാൻ കുറച്ച് ശ്ലോകങ്ങളൊക്കെ കേട്ടു, അക്കമാരിലൊക്കെ ചൊല്ലിയത് കേട്ടു. വളരെ വളരെ സ്പീഡോട് കൂടി എനിക്കറിഞ്ഞൂടാ, ചിലപ്പോൾ നിങ്ങളൊക്കെ ഈ ചൊല്ലിയവരൊക്കെ ആദ്യം എക്സ്പേർട്സ് ആയിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പഠനത്തിലൂടെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചൊല്ലാൻ പറ്റുക എന്നെങ്കിൽ അതൊരു വലിയ കഴിവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഒരു കാര്യം പറയട്ടെ, പിന്നെ കൂടുതൽ ആൾക്ക് പറയാൻ ഒരു അവസരം വേണം എന്നുള്ളത് കൊണ്ട് അക്കമാരൊക്കെ കുറച്ച് ഒന്ന് ചുരുക്കിയിട്ട് വേഗം പറയണം എന്നൊരു അപേക്ഷയുണ്ട്. അടുത്തത് ഈ ഗണയിലുള്ള ശിക്ഷകന്മാര് ആരാച്ച മുന്നോട്ട് വന്ന് പറയാം. ജയശ്രീ അക്ക. ഹരിയോം ജയശ്രീ അക്ക. ഹരിയോം. എനിക്ക് തൊണ്ടയ്ക്ക് നല്ല ഇതില്ലേ, ചുമയും പനിയൊക്കെ ആയിരുന്നു. അപ്പൊ തൊണ്ടയ്ക്ക് ഇച്ചിരി റെസ്റ്റ് കൊടുക്കാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഒരു 10-13 വർഷത്തിന് മുമ്പ് ആണ് നാരായണീയ പഠനം തുടങ്ങിയത്. അപ്പൊ അതിനു മുൻപ് പല പ്രാവശ്യം ഞാൻ ഈ ബുക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് തുറന്നു നോക്കിയിട്ട് ഞാൻ അടച്ചു വെച്ച ആളാണ്. അതിനെ കൊണ്ട് ഇത് പറ്റില്ല, അത്ര കട്ടിയായിട്ടുള്ള സംസ്കൃതം ആയതുകൊണ്ട് ഇത് ചൊല്ലാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, ഞാൻ അടച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒരു സമയം വന്നപ്പോൾ ഭഗവാൻ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചു, ഇത് പഠിച്ചേ പറ്റൂ, ഇത് പഠിക്കണം. അങ്ങനെ ഒരു നിയോഗം പോലെ തോന്നി. ഞങ്ങൾക്ക് ഇവിടെ ശ്രീ പാർത്ഥസാരഥി നാരായണീയ സമിതി ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ പോയി ഞാൻ അവരോടൊപ്പം അതിന് സമയം സമയമായിട്ട് പോലും അവരോടൊപ്പം ഞാൻ സമയം കണ്ടെത്തി അവിടെ പോയി പഠിച്ചു, അവരോടൊപ്പം ചൊല്ലാൻ പഠിച്ചു. അതിനുശേഷം പല ജ്ഞാനികളായിട്ടുള്ളവരുടെയൊക്കെ സത്സംഗവും അവരുടെയൊക്കെ വ്യാഖ്യാനങ്ങളും ഒക്കെ പിന്നീട് കേൾക്കാനിടയായി. ഇപ്പം എല്ലാ അധ്യായങ്ങളും തെറ്റുകൂടാതെ നല്ല ഭംഗിയായിട്ട് തന്നെ ചൊല്ലാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ SPYSSൽ ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്ന ഇന്ദിരാദേവിയൊക്കെ ആദ്യമായിട്ട് നന്ദി പറയുന്നു. അതായത് ഇതിന് ഈ പട്ടത്തിൽപ്പാടി രചിച്ച ഈ കടുകട്ടി സംസ്കൃതത്തിലുള്ള ഈ നാരായണീയം നമ്മൾ പാരായണം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഏത് ഗ്രന്ഥം വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചൊല്ലാനായിട്ട് സാധിക്കും. അപ്പൊ അത്ര കട്ടിയാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള നാരായണീയം എല്ലാ സാധാരണക്കാരുടെ ഇടയിൽ ഇത് എത്തിച്ചുകൊണ്ട് വന്ന ഇന്ദിരാദേവിയൊക്കെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. അക്കയുടെ ഒറ്റ പരിശ്രമങ്ങളാണ് ഇത്രയും ആയത്. അതുപോലെ പഠിതാക്കളെല്ലാം തന്നെ നല്ല സഹകരണവും ഹാർഡ് വർക്കുമായിരുന്നു. നമ്മളൊരു ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിലും എല്ലാ ഗ്രൂപ്പിലും എല്ലാവരും നന്നായിട്ട് ചൊല്ലുന്നത് എന്താണെന്ന് ചോദിച്ചാല് ശിക്ഷകർ പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ പഠിതാക്കൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ഹാർഡ് വർക്കിംഗ് ആണ്. വളരെ കഠിനമായിട്ട് അവര് പരിശ്രമിച്ച് നല്ല സഹകരണം, നമ്മൾ പറയുന്നതെല്ലാം അതുപോലെ അവർ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്തു. അതൊക്കെ ഇന്ദിരാദേവിയൊക്കെയുടെ മേൽനോട്ടത്തിലാണ് കൂടുതൽ ഞങ്ങൾക്ക് പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ചെയ്തു. അങ്ങനെയൊക്കെ എല്ലാവരെയും കൊണ്ടും ചെയ്യിപ്പിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇതിനിപ്പം നാളെ നമ്മൾ റിഹേഴ്സലുണ്ട്, അതിനും എല്ലാവരും പങ്കെടുക്കണം. മറ്റന്നാൾ റിഹേഴ്സലുണ്ട്, അതിന് എല്ലാവരും പങ്കെടുക്കണം. പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു പ്രാർത്ഥനയുള്ളൂ, നമ്മൾ 100 ദശകം വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കി എല്ലാവരും തന്നെ നല്ലതായിട്ട് പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇനി അവിടെ സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ ഇന്ദിരാദേവിയൊക്കെ പറഞ്ഞാൽ ഒരു സമാധാനം നമുക്ക് കിട്ടുള്ളൂ. അതിന് ഭഗവാന്റെ ഒരു പ്രത്യേക അനുഗ്രഹം വേണം. ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കില്ല. അനുഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര SPYSSൽ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ സാധിച്ചത്. അക്കയുടെ നിയോഗമാണ് നമ്മളുണ്ട്. അക്കയുടെ ആ നിയോഗം ഭഗവാൻ ചെയ്തതാണ്. അപ്പൊ അത് നമ്മളെല്ലാവരും പഠിക്കാനായിട്ട് സാധിച്ചു. ഇനിയിപ്പോ ഒരു പ്രാർത്ഥനയുള്ളൂ, നാളെയും മറ്റന്നാളുള്ള നമ്മുടെ റിഹേഴ്സലിൽ എല്ലാവരും പങ്കെടുത്തിട്ട് നന്നായിട്ട് നടത്തുക. അതിനുശേഷം ഓഗസ്റ്റ് 14-ാം തീയതി നമുക്ക് ഗുരുവായൂർ അമ്പലത്തില് ഇത് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഭംഗിയായ രീതിയിൽ, യാതൊരു തടസ്സങ്ങളും കൂടാതെ, ആർക്കും രോഗങ്ങളോ അങ്ങനെ ഒന്നും അസൗകര്യങ്ങളൊന്നും വരുത്താതെ പ്രകൃതിയും കാലാവസ്ഥയും എല്ലാം അതിന് അനുയോജ്യമായിരിക്കാനായിട്ട് നമ്മൾ അപ്പൊ കാലാവസ്ഥ അനുയോജ്യമായിരിക്കണമല്ലോ. വെള്ളപ്പൊക്കവും മഴ അങ്ങനെയൊന്നും അതിലില്ല, ശല്യം ചെയ്യാത്ത രീതിയിൽ നല്ലൊരു കാലാവസ്ഥയും അതോടുകൂടി നമുക്ക് ഇത് എത്രയും ഭംഗിയായ രീതിയിൽ അതിന്റെ മുന്നിൽ ഇത് സമർപ്പിക്കുക. ഒരു ശ്ലോകമെങ്കിലും അവിടെ
ചൊല്ലാൻ കഴിയുന്നത് നമുക്ക് ഏറ്റവും പുണ്യമായിട്ട് കരുതി എല്ലാവരും ഇതിൽ സഹകരിച്ച് ഏറ്റവും നല്ല ഈ ഉദ്യമം വിജയിപ്പിക്കാനുള്ള ഒരു പ്രാർത്ഥനയും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗൗരി ദേവി അക്ക ഹരി ഓം. ഹരി ഓം. എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വളരെ ദൈവത്തിന്റെ ആദ്യം എന്താ പറയാ ഒരു പരീക്ഷണത്തോട് കൂടിയാണ് ആദ്യം. കാരണം ആദ്യം നാരായണീയം ഭയങ്കര കഷ്ടമായിരിക്കും പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ, കാരണം രാമായണം ഇതിലൊക്കെ പങ്കെടുക്കുമായിരുന്നെങ്കിൽ ഇതിപ്പോ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് അക്ക ഫോൺ ചെയ്ത് വിളിച്ച് ചേർന്നില്ല എന്ന് ചോദിച്ചു. ശരി ചേരാന്ന് വിചാരിച്ചു. പക്ഷെ ഭഗവാന്റെ പരീക്ഷണമാണോ എന്താ, ആദ്യം 2 പ്രാവശ്യം എന്റെ പേരിട്ടപ്പോഴും വീട്ടിൽ ഓരോ മരണങ്ങളും അമ്മയ്ക്ക് അസുഖമൊക്കെ ആയി എനിക്ക് കയറാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പരീക്ഷണമാണോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെയും അക്ക പറഞ്ഞു ചേരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല അക്ക, ഇങ്ങനെയാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അക്കയ്ക്ക് വെറുതെ പ്രശ്നങ്ങളായിരിക്കും, അത് ഇത് ചെയ്യാനൊക്കെ ആൾക്കാരെ കണ്ടു. ഇല്ല ചേർത്ത്. അങ്ങനെയാണ് ഞാൻ 6-7 മാസത്തിന് ശേഷമാണ് ഈ നാരായണീയത്തിലേക്ക് വരുന്നത്. അപ്പോഴും എനിക്കിത് ഇത്ര വലിയ ബുക്കാണെന്നോ ഇത്രയും ശ്ലോകങ്ങളുണ്ടെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ജ്ഞാനപാനമാലയൊക്കെ ചെറിയൊരു ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപ്പോഴാണ് അക്ക പറഞ്ഞു ഇല്ല, ഇത് 100 ദശകങ്ങളുള്ള വലിയൊരു ബൃഹത്കാരായിട്ടൊരു ബുക്കാണ്. അത് കേട്ടപ്പോഴേ ഇതെനിക്കൊരു ഇപ്പൊ എനിക്ക് തോന്നുക ഇത്രയും അത്ര ഒന്നും അറിയാത്ത ഞാനിപ്പോ ഇത്രയും മിക്കവാറും കുറെ ദശകങ്ങൾ മെല്ലെയാണെങ്കിലും ചൊല്ലാൻ പറ്റും. പക്ഷെ ഈ 10 ദശകമൊക്കെ തന്നത് നല്ലതായിട്ട് ചൊല്ലാൻ എനിക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായി. ഇതിനെല്ലാം എനിക്ക് ഇത് ചെയ്തു തന്ന SPYS സമിതിക്ക് ആദ്യം നന്ദി പറയുന്നു. കാരണം അത് ആ സമിതി ചേർന്നതിന്റെ ശേഷമാണ് ഞാൻ ഈ ബുക്കുകളും അതൊക്കെ ആയിട്ട് ചേരുന്നത്. അക്കയ്ക്കും നന്ദി പറയുന്നു. ഇതെല്ലാം നമ്മളെല്ലാവർക്കും കൂടി നന്നായിട്ട് ഇത് സമർപ്പണം ചെയ്യാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം അക്ക. ഹരി ഓം. ഗീതാ പീട്ടി അക്ക. ഹരി ഓം. ഗീതാ പീട്ടി. ഹരി ഓം അക്ക. ഞാന് ആദ്യമായിട്ട് നാരായണീയത്തിനെ കുറിച്ച് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് റിട്ടയർമെന്റ് ഞാൻ 2021 ഞാൻ റിട്ടയർ ചെയ്തത്. അപ്പൊ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ക്ഷേത്രങ്ങളുമായിട്ട് ഞാൻ കൂടുതൽ ഇങ്ങനെ നേരത്തെ പോയി പെട്ടെന്ന് പോരും നമ്മുടെ ഔദ്യോഗിക തിരക്കൊക്കെ കാരണം. പിന്നീടാണ് ഇങ്ങനെ കൂടുതലായിട്ട് അവിടുത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ എനിക്ക് ഒരു 2023 ജനുവരി മാസത്തിൽ ഒരു ഭാഗവത സപ്താഹത്തില് പങ്കെടുക്കാനായിട്ട് സാധിച്ചു. 7 ദിവസമുള്ള സപ്താഹത്തില്. അപ്പൊ ഞാൻ അതിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കൊന്നും അറിയില്ല. അവിടെയുള്ള അമ്മമാരൊക്കെ രാവിലെ വന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു, ഭാഗവതം വായിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ബ്രേക്കിന്റെ സമയത്ത് നാരായണീയം വളരെ മനോഹരമായിട്ട് വായിക്കുന്നു. അപ്പൊ എനിക്ക് എന്നെ പറ്റി തന്നെ ഒരു വളരെ മോശമായിട്ടൊരു ഇത് വന്നു. ഇത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം, എനിക്ക് ഇത്രയും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അമ്മമാരൊക്കെ എന്ത് നന്നായിട്ടാ ചെയ്യിക്കുന്നത്. അങ്ങനെ ഞാന് ഇതിനു വേണ്ടി ശ്രമിച്ചു. അപ്പം ആദ്യമായിട്ട് എൻ്റെ അടുത്ത് മലയാളത്തിലൊരു നാരായണീയ ബുക്ക് പണ്ട് കാലത്തെ കൂടെ ഉണ്ട്. അതിങ്ങനെ വല്ലപ്പോഴും ഒക്കെ എടുത്ത് വായിക്കും മലയാളത്തിലായതുകൊണ്ട്. അപ്പം പിന്നീട് ഞാൻ ഈ മലയാളം ബുക്കും യൂട്യൂബും ഈ സപ്താഹത്തിന്റെ സമയത്ത് വാങ്ങിച്ച സംസ്കൃതത്തിലുള്ള നാരായണീയ ബുക്കും കൂടെ എടുത്ത് 3ഉം കൂടെ വെച്ചിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അത് പഠിച്ചു. പിന്നെ എനിക്ക് ഇതുപോലെ ബന്ധപ്പെടാൻ പറ്റിയ എല്ലാവരുടെ പറയും എന്നെ ഏതെങ്കിലും ഒരു പഠിക്കുന്ന ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ ലാസ്റ്റ് എനിക്ക് 2023 ജൂലൈ മാസത്തോട് കൂടെ തിരുവനന്തപുരത്തുള്ള മീനാജി എന്ന് പറഞ്ഞ ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ചേരാൻ പറ്റി. ടീച്ചർ അപ്പോഴേക്കും 50 ദശകം കഴിഞ്ഞിരുന്നു പഠിപ്പിക്കല്. എന്നാലും ടീച്ചർ പറഞ്ഞു ഇതൊക്കെ ഭഗവാന്റെ ഒരു നിയോഗമാണ്, എപ്പം പഠിക്കണം, ആരും എന്ത് പഠിക്കണം എന്നുള്ളത്. ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ചേർന്നോളൂ, മാറ്റി വെക്കേണ്ട, ഇനി അടുത്തത് തുടങ്ങാനായിട്ട് എന്ന് പറഞ്ഞ അങ്ങനെ ടീച്ചർ എന്നെ ചേർത്തു. അങ്ങനെ എനിക്ക് അതിന്റെ സമർപ്പണം ഈ കഴിഞ്ഞ ജൂൺ 20 ഭഗവാന്റെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ടീച്ചറുടെ കൂടെ അതിന്റെ സമർപ്പണത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഇതിന്റെ മുമ്പ് തന്നെ ഈ നാരായണീയം തുടങ്ങുന്നതിന് മുന്നേ ഭഗവാന്റെ നിയോഗം എന്നെ ഗീത പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഭഗവാൻ എന്നെ ആദ്യം കൊണ്ട് ചേർത്തത് ഗീതാ പരിവാർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ മൊത്തം ഗീത പഠിപ്പിക്കണ ഒരു ഫ്രീ ആയിട്ട് ഗീത പഠിപ്പിക്കണ, നമ്മുടെ സൗകര്യത്തിന് സമയത്തിനനുസരിച്ച് പഠിപ്പിക്കുന്ന ഒരു ഇതിൽ ചേർത്തു. അങ്ങനെ ഞാൻ അവിടുന്ന് ഭഗവത്ഗീത കഴിഞ്ഞ ജൂണോട് കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ 18 ദശകങ്ങളും കംപ്ലീറ്റ് ആവാണ് ഈ ആഗസ്റ്റ് മാസം 1-ാം തീയതി. മിക്കവാറും അതിന്റെ ഒരു ആനന്ദോത്സവം ഈ ഒരു നാരായണീയ സമർപ്പണത്തിന്റെ കൂടെ തന്നെ വരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാം ഒരു ഈശ്വര നിയോഗം എന്നേ പറയാനുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 2-3 ഗ്രൂപ്പിൽ എനിക്ക് ചേരാൻ പറ്റി. പിന്നെ ഇപ്പൊ രത്നവല്ലിയൊക്കെ പറഞ്ഞ ഹരിദാസ്ജിയുടെ ഗ്രൂപ്പിൽ ഞാൻ ചേർന്നു. അതിലും ഞാനിപ്പോ പഠിക്കുന്നുണ്ട്.
പിന്നെ അത് കഴിഞ്ഞ് ഭാഗവതം ഗ്രൂപ്പിലും എനിക്ക് ചേരാൻ പറ്റി. അങ്ങനെ ഇപ്പൊ പഠിക്കാൻ പറ്റി. പിന്നെ ജനുവരിയിലാണ് ഞാൻ 16ാമത്തെ ബാച്ചിലാണ് ഈ യോഗയിൽ വരുന്നത്. യോഗയിൽ വന്ന് ഒരു ഫെബ്രുവരി ആണല്ലോ നമ്മുടെ അത് കഴിഞ്ഞ് ഇതിലേക്ക് വരാൻ പറ്റിയത്. അപ്പോഴാണ് ഗോപണ്ണം പറയുന്നത് ഇങ്ങനെ നാരായണി ഇവിടെ പഠിക്കുന്നുണ്ട്, അതിന്റെ സമർപ്പണം ഓഗസ്റ്റിൽ നമ്മൾ നടത്താൻ വിചാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാവരും ഇങ്ങനെ തിരിച്ച് ഗ്രൂപ്പിലിട്ടപ്പം എന്നെ ഒന്ന് ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ഉടനെ തന്നെ അതിനെന്താ ചേർക്കാലോ എന്നും പറഞ്ഞിട്ട് ഇന്ദിരാദേവിയൊക്കെ വളരെ പിന്നെ സന്തോഷമായിട്ട് തന്നെ ആ ഗ്രൂപ്പിൽ ചേർത്തു. അപ്പൊ എനിക്ക് അക്കനോട് അതിൽ വളരെയധികം നന്ദിയുണ്ട്. കാരണം ഒരുപക്ഷെ മീനാജിയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഭഗവാന്റെ ഒരു നിയോഗമാണ്, ആരെന്ത് പഠിക്കണം എന്നുള്ള ആ ഒരു ഇത് തന്നെ ഇന്ദിരാദേവിയൊക്കെ എടുത്തോണ്ട് ആ സമയത്ത് തന്നെ അതിൽ ചേർത്തു. അപ്പോഴത്തേക്കും കുറെ ദശകങ്ങൾ എത്തിയിരുന്നു. എന്നാൽ എനിക്ക് ബാക്കിയുള്ള ദശകത്തിലൊക്കെ എല്ലാം സ്നേഹത്തോടു കൂടെ എന്നെ എല്ലാത്തിലും പറ്റുന്നതിലൊക്കെ അപ്പൊ ഉൾപ്പെടുത്തി എനിക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും തന്നു. ചൊല്ലാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ എനിക്ക് തന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അക്കനോട് പ്രത്യേകം നന്ദിയുണ്ട്. പിന്നെ അക്കനെ പോലുള്ള ഒരു മേലുദ്യോഗസ്ഥയൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായി എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കാറുണ്ട്. പിന്നെ ഭഗവാനാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ 9-ാം തീയതി ഗുരുവായൂർ ദർശനത്തിന് ഒരു അവസരം തന്നു. നമ്മുടെ ഈ സമർപ്പണം നടക്കുന്ന ഓഡിറ്റോറിയം ഒക്കെ ഞാൻ കണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഈശ്വര ഞങ്ങൾ വരുന്നുണ്ട് ആഗസ്റ്റ് 14-ന് സമർപ്പണത്തിന്, എല്ലാം മംഗളമാക്കി തരണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ പുറത്തിറങ്ങി ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ അക്കയ്ക്ക് അസുഖമായിന്ന് കണ്ടത്. ആ ഗ്രൂപ്പ് തന്നെ സൈലന്റ് ആയപ്പോ എനിക്ക് ഭയങ്കര വിഷമായി സത്യം പറഞ്ഞാൽ. പിന്നീട് അക്കയുടെ സൗണ്ട് തിരിച്ച് ആ ഗ്രൂപ്പിൽ വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായത്. അപ്പൊ ഏതായാലും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നാരായണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു നിമിത്തങ്ങളായിട്ടാണ് തോന്നുന്നത്. ഒന്നാമത് ഈ 100ാമത്തെ ദശകം ഒക്കെ പൂർത്തീകരിച്ചത്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിന് നമുക്കിത് പൂർത്തീകരിക്കാൻ പറ്റിയ യോഗിനി ഏകാദശി ദിവസം, പിന്നെ കർക്കിടക മാസം ശ്രീകൃഷ്ണ ഭഗവാന്റെ അതേ അവതാരമുള്ള അത്രയും പ്രാധാന്യമുള്ള അവതാരമുള്ള കുറെ പേർക്ക് ഇനിയും പറയാനുണ്ട്. ഹരിയോമക്ക കുറെ പേർക്ക് പറയാനുണ്ട്. ഇതിന്റെ അനുഭവങ്ങൾ കുറെ പേര് ഇനിയും പറയാൻ കിടക്കുന്നു. അത് അവരൊക്കെ പറയട്ടെ. സമർപ്പണം. ഹരിയോം. ഇനിയുള്ളവരെ ഒന്ന് സമയം ശ്രദ്ധിക്കണേ, സഹകരിക്കണം. കുറെ ആള് പറയാനുണ്ട്. അടുത്തത് ലതാ ദിവാകർക്ക. ഹരിയോം ലതാ ദിവാകർക്ക. ഞാൻ യാതൊന്നും എഴുതി വെക്കുകയോ ഒന്നും പ്രിപ്പയർ ഒന്നും ചെയ്തില്ല. എന്റെ മനസ്സിൽ നിന്ന് പറയുന്നതാണ്. കൊച്ചു കുട്ടിയായിരിക്കും മുതൽ നാരായണൻ കേട്ട് വളർന്ന എന്റെ അമ്മ എന്നും ഭംഗിയെ ചൊല്ലുമായിരുന്നു. 1-ാമത്തെ ദശകം 69 100 അങ്ങനെ കേട്ട് വളർന്ന ഞാൻ 2011 നാരായണൻ പഠിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ കൂടെ എന്നും ഈ നാരായണൻ ബുക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഇരിക്കെ ഗോപണ്ണനും ഇന്ദിരാദേവിയൊക്കെയും കൂടിയുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നാരായണൻ തുടങ്ങുന്നതിന്. ആ മീറ്റിങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. അന്ന് ഇന്ദിരാദേവിയൊക്കെ അത്രയും ആത്മവിശ്വാസത്തോടെ ഇതൊരു സക്സസ് ആക്കി വെക്കും, അത്ര നന്നാക്കി മുന്നോട്ട് പോകാന്ന് പറഞ്ഞപ്പോ ഓരോ ചൊവ്വാഴ്ചയ്ക്കും കാത്തിരിക്കുമായിരുന്നു. ഞാനും അതില് ശിക്ഷയെ ഇത് ഉണ്ടായിരുന്നു. ഓരോ ചൊവ്വാഴ്ചയും കാത്തിരിക്കുമായിരുന്നു. വളരെ ഭംഗിയാണ്. അതേമാതിരി പുതിയ പുതിയ ഓരോ തരത്തിലുള്ള അവതരണം, അതായത് കുട്ടികളുടേത്, പിന്നെ വലിയവരുത്, ഭാര്യ ഭർത്താക്കന്മാര്, അമ്മയും മക്കളും, അങ്ങനെയുള്ള ഓരോരോ പരിപാടികളും ഇന്ദിരാക്കിയാക്കുമ്പോൾ എന്റെ മകനെയും മകളെയും അതിൽ പങ്കെടുപ്പിക്കാൻ പറ്റി. കൂടാതെ ജില്ലാ തലത്തിലുള്ള ഒരു ഉണ്ടായതിൽ കണ്ണൂർ ജില്ലയെ നേതൃത്വം എനിക്കായിരുന്നു. വളരെ വളരെ സഹകരണത്തോടു കൂടി അതിൽ ഓരോ അംഗങ്ങളും ഒരു കൂട്ടായ്മയോടുകൂടി, എന്താ ഒരു സഹോദരന്മാരെ ഒരു ഇത് നമുക്ക് വൻ വിജയമാക്കണം എന്നുള്ളൊരു ഒത്തൊരുമയോടുകൂടി ഉണ്ടായതായിരുന്നു. അങ്ങനെ ഈ നാരായണിയെ ഇപ്പോ അവസാനിച്ച ദിവസം ഞാൻ കരഞ്ഞു പോയിരുന്നു. അതിനെക്കാട്ടിൽ ഏറ്റവും വലിയത് എന്റെ ചേച്ചി ഒരു നാരായണം പഠിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അവർ ഇതിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റി. കുറെ നിർബന്ധിച്ചിട്ടായിരുന്നെങ്കിലും ആ ചേച്ചിക്ക് ആ 100ാം ദശകം വരെ പങ്കെടുക്കാൻ പറ്റിയത് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം. അത് എനിക്കൊരു വലിയ എന്താ പറയാ, ഞാനൊരു വലിയൊരു ഈശ്വര സേവ ചെയ്ത ഒരു മനോഭാവം. ഇതിനൊക്കെ ചൊക്കാൻ പിടിച്ച് ഇന്ദിരാദേവിക്ക് എന്റെ കാലിൽ നമസ്കരിക്കുന്നു. ജയന്തനണ്ണൻ അണ്ണന്മാരുണ്ട്. ജയന്തനണ്ണൻ വന്നിട്ടുണ്ടാവും. ഹരിയോ. ഈ നാരായണത്തെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യമായി ഞാൻ SBOS സമിതിക്ക് ഒരു നമസ്കാരം പറഞ്ഞുകൊള്ളുന്നു. കാരണം ഈ രാവിലെ 5 മണി മുതൽ 7 മണി വരെ യോഗാഭ്യാസം ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ സമിതിയിലേക്ക് വന്നത്. പിന്നെ ഈ നാരായണീയം, ഭഗവത്ഗീത ഇതെല്ലാം എനിക്ക് പഠിക്കാൻ പറ്റിയത് ഒരു അനുഗ്രഹമായി തോന്നുന്നു. ഇത് നമുക്കറിയാം, ഇത് തുടങ്ങിയത് തന്നെ ഇന്ദിരാക്കയുടെ പരിശ്രമ ഫലമായി തന്നെ. ഇന്ദിരാക്ക നമ്മുടെ സമിതിയിൽ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചു, ഗോവർണൻ അത് ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. ആ തുടങ്ങിയത് അന്നാണ് ഞാൻ ഈ നാരായണീയം പുസ്തകം എൻ്റെ കയ്യിലുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുന്നു.
നോക്കുമ്പോൾ ഒരു പുസ്തകം കിട്ടി. അത് തുറന്നു നോക്കുമ്പോഴത്തേക്ക് സംസ്കൃതത്തിലുള്ളത് എല്ലാം മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. വായിക്കാൻ വളരെ ബുദ്ധിമുട്ട്, ഒന്നും മനസ്സിലാകുന്നില്ല. അവസാനം ഈ 7 മണിക്കുള്ള ഈ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങി. ഈ നായരണ്ണൻ, ജ്യോതിയക്ക, പിന്നെ ഗിരിജാക്ക, പിന്നെ ഈ പ്രീജിതാക്ക, ഇങ്ങനെയുള്ളവരെല്ലാം വളരെ വിശദമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. വളരെ ഈ ഭക്തിയോടുകൂടി ഇതെല്ലാം കേട്ടിരിക്കാൻ ഇടയായി. പിന്നെ മാത്രമല്ല, നമുക്കൊരു ഭാഗ്യം ഉണ്ടായത്, പുതിയ ബാച്ചുകളിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാർ ശിക്ഷകരായി നമ്മുടെ നാരായണീയം ക്ലാസ്സിൽ വരികയും നമുക്ക് വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഭട്ടതിരിപ്പാടിന്റെ ഭക്തി, ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ വർണ്ണന, ഇതൊക്കെ കേൾക്കാൻ 7 മണിയാകുമ്പോൾ വരുമായിരുന്നു. അതോടുകൂടി ഈ മുമ്പ് ഉണ്ടായിരുന്ന ആ സീരിയൽ കാണുന്ന ആ ഒരു പരിപാടി അതേ ഇല്ലാതായി. പിന്നെ ഇത് അധികവും നാരായണീയ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ റെപ്യൂട്ടേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇന്ദിരാക്ക എന്നെ കൂടി ഷെഡ്യൂൾ ഉൾപ്പെടുത്തുമായിരുന്നു. ഞാനത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. കാരണം ഇന്ദിരാക്ക ഇത് നടത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രയത്നം എനിക്ക് നല്ലപോലെ മനസ്സിലായി. കാരണം അവർ നല്ല എഫേർട്ട് എടുത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും അക്കയോട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ 100ാമത്തെ ദശകം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഉടനെ തന്നെ നമ്മൾ ഈ ഗുരുവായൂരിൽ പോയി അത് സമർപ്പണം ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊന്നും പറയാനില്ല. ഹരിയോ. എന്നെ ഇങ്ങനെ വിളിക്കുമ്പോ ഞാൻ താമസിച്ചു വന്ന ഒരു ആളാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്തിലെ ഒരു വരി ഒന്ന് ചൊല്ലിയിട്ട്, ഈ നാരായണീയത്തിന്റെ നമ്മുടെ രാമായണത്തിലുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ വരി ഏതാണ് രാമായണത്തില്? ശേഷമുള്ള അനുഭവം പറയുക. ആണ് ഞാൻ അതാ പറയാൻ പോകുന്നത്. ഇതിനകത്തെ ഒരു പ്രാധാന്യം, ഏതേ താവത് ഭയങ്കര സ്ഥിരതര മനസ്സാം വിശ്വപീഡാപഹത്യൈ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മാൽപ്പത്തൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അതാണ്. നമ്മൾ സ്വാർത്ഥതയില്ലാതെ ഈ ലോകം മുഴുവൻ സുഖം പ്രാപിക്കട്ടെ എന്നുള്ളത്. പിന്നെ ഞാൻ ഇവിടെ വന്നു, എന്നെ ഇവിടെ വരാൻ എല്ലാത്തിനും ഒരു കാര്യവും കാരണമുണ്ട്. ലത ടീച്ചർ, ശ്രീലത ടീച്ചർ എൻ്റെ ഒരു സുഹൃത്താണ്. ശ്രീലത ടീച്ചർ, അത് കാരണമാണ് ഞാൻ വന്ന. എല്ലാ ഈശ്വരന്റെ ഒരു നിയോഗം പോലെ ആണ് കണക്കാക്കുന്നത്. ഞാൻ ഒരുപാട് ഇതില് എൻജോയ് ചെയ്യുന്നു. ഇതില് ലയിച്ച എല്ലാത്തിന്റെയും കൂടെ ഞാൻ സഹകരിക്കാൻ എനിക്ക് അവസരം തന്ന ഇതിനകത്തിലെ ഇന്ദിരാഖയ്ക്കും SBOS എന്ന ആ പ്രസ്ഥാനത്തിനും ഞാൻ നന്ദി പറയുന്നു. നല്ലതായിട്ട് ഇത് കോർഡിനേറ്റ് കൊണ്ടുപോയത് കൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് സമാപിപ്പിക്കാനും ഇത് കഴിഞ്ഞത്. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അല്ല, വന്നു കഴിഞ്ഞുള്ളത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ കുറച്ചു നാളെ ആയുള്ളൂ വന്നിട്ട്. ഇതിന്റെ കോർഡിനേഷൻ, അതാണ് ഇതിന്റെ വിജയം. എല്ലാവരുടെയും സഹകരണം അതിനേക്കാൾ വിജയം. രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ഒരു വിജയമായി തീരുന്നത്. ഹരിയോം. വനജ TC. ഹരിയോം, എല്ലാവർക്കും ഹരിയോം. ഞാൻ നാരായണത്തിനെ പറ്റി കേട്ടറിഞ്ഞപ്പോ തന്നെ ഒരു പുസ്തകം മേടിച്ചു. പക്ഷേങ്കിൽ ഒരു വാക്ക് പോലും എനിക്ക് വായിക്കാൻ പറ്റിയില്ല. പിന്നെ മോള് ഈ SPYSSല് നാരായണീയം പഠിപ്പിക്കുന്നുണ്ടമ്മ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതിൽ ചേർന്നപ്പം ഈ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പം ആ പദങ്ങളെല്ലാം അവർ വിച്ഛേദനം ചെയ്ത് അതെങ്ങനെയാ ചൊല്ലേണ്ടത്, അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു. ഇതെല്ലാം അറിഞ്ഞപ്പം നാരായണീയം എനിക്ക് പഠിക്കാൻ പറ്റി. അപ്പം ഈ ഞങ്ങളെ ഗ്രൂപ്പ് ശിക്ഷകനായ സരോജിനി അക്ക ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത എല്ലാ ദശകങ്ങളും ചൊല്ലിയിട്ട് തരും. അപ്പം ഞാൻ അത് കേട്ടാണ് എല്ലാം പഠിച്ചത്. ഇപ്പൊ എനിക്ക് ഒറ്റ വാക്ക് പോലും അറിയാത്ത എനിക്ക് 10 ദശകങ്ങളും വായിക്കാൻ പറ്റുന്നുണ്ട്. അക്കയോട് എന്തെങ്കിലും ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ അക്ക അത് ഫുള്ളും അത് സംസ്കൃതത്തിൽ ചൊല്ലിയാൽ എന്താണ് തെറ്റുപറ്റുക, ശരിക്ക് കൃത്യമായി ചൊല്ലാനും പറഞ്ഞു തരും. എല്ലാം അർത്ഥസഹിതം പറഞ്ഞു തന്നിരുന്നു. അത് കാരണം എനിക്കിപ്പോൾ ശ്ലോകം എല്ലാം പഠിക്കാനും മറ്റുള്ള ദശകങ്ങളും പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അക്കയുടെ പ്രോത്സാഹനത്തിനും പിന്തുണക്കും എനിക്ക് നന്ദി പറഞ്ഞാൽ തീരുവില്ല, അത്രയാണ്. പിന്നെ ഒരു പ്രാവശ്യം ഗിരിജാക്കയുടെ റിപ്പറ്റീഷനിലും എനിക്ക് അവസരം ലഭിച്ചു. അതും ഒരു വളരെ നല്ല അനുഭവമായിരുന്നു.
പിന്നെ ഇന്ദിരാക്കയെ പറ്റി, ഗ്രൂപ്പ് കോർഡിനേറ്ററായ ഇന്ദിരാക്കയെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല. അക്കയുടെ അത്ര നല്ല ഒരു കോർഡിനേഷൻ കൊണ്ട് ഈ ഒരു കാര്യം ഇത്ര നന്നായി മുന്നോട്ട് പോയി. അക്കയ്ക്ക് വളരെ നന്ദിയുണ്ട്. പിന്നെ സുഹൃത്തുക്കളായ കുറെ ഭക്തന്മാരുടെ കൂട്ടായ്മയിൽ നാരായണീയം പഠിക്കാൻ പറ്റിയതിന് ദൈവത്തിന്റെ കാരുണ്യാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെ SPYSSനോടും ഇന്ദിരാക്കയോടും സരോജിനി അക്കയോടും എല്ലാ യോഗ ബന്ധുക്കളോടും ഞാൻ നന്ദി പറയും. ഹരിയോം. ഹരിയോം. ഓമനക്കുട്ടി അക്ക. ഹരിയോം. ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 15th ബാച്ചിലാണ് SPYSS NYC മലയാളം യോഗ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. രാജമാക്ക പറഞ്ഞ പോലെ എനിക്കും ശ്രീലത അക്കയുടെ ഒരു മെസ്സേജിലാണ് എനിക്ക് കിട്ടിയത്. ഓമനക്കുട്ടിയക്ക ഇങ്ങനെ ഇതിൽ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം വീണ്ടും 2 പ്രാവശ്യം ഞാൻ ആലോചിച്ചു ജോയിൻ ചെയ്യണോ വേണ്ടായോ എന്ന്. അവസാനം ഞാൻ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓമനയൊക്കെയും ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ ഞങ്ങൾ 2 ആളും ഇങ്ങനെ ഒന്നിച്ച് ഇതിനകത്ത് പോയി. അപ്പൊ നമ്മുടെ ഒരു ട്രെയിനിങ് പീരീഡ് പോലെ 21 days കഴിഞ്ഞു. ആ കഴിഞ്ഞ സമയത്താണ് ഇന്ദിരാക്ക ഇതുപോലെ വിളിക്കുന്നു. അല്ല, എന്നോ ഒരു ദിവസം ഒരു ഭൗതിക് എടുത്ത സമയത്താണ് ഇന്ദിരാക്ക പത്തനംതിട്ട തന്നെ ഉള്ള ആളാണ്. അങ്ങനെ പരിചയപ്പെടുന്നു. ഞാനും പത്തനംതിട്ടയുള്ള. അങ്ങനെ ഇന്ദിരാക്ക ഞങ്ങളെ എല്ലാരെയും വിളിക്കുന്നതോടെ എന്നെയും വിളിച്ചു. നാരായണീയം ക്ലാസ് ഉണ്ട്, ഇതിനകത്ത് ജോയിൻ ചെയ്യണോന്ന് പറയുന്നു. ഞാൻ അക്കയോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ബുക്കില്ല, എനിക്ക് നാരായണീയം അറിയില്ല, ഞാൻ ബുക്ക് വാങ്ങിയിട്ടില്ല, വീട്ടിലില്ല എന്ന് പറഞ്ഞു. അത് ടൗണിൽ കിട്ടും അക്ക എന്ന് പറഞ്ഞു. അങ്ങനെ നാരായണീയം കളക്ട് ചെയ്തു. പക്ഷേ നാരായണീയം ഒന്നും പഠിക്കാൻ പറ്റുമോന്നോ സംസ്കൃതം അറിയുമോന്നോ, എനിക്ക് സംസ്കൃതം ബേസിക്കലി ഒന്നും അറിയില്ല. അങ്ങനെ സമയത്താണ് ഇതുപോലെ ഇത്രയും നല്ലൊരു ക്ലാസ് ആണെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് 2 വർഷം പിന്നിട്ടു ഈ ഒരു നാരായണീയ പഠനത്തിന് എടുത്തു എന്ന് പറയുമ്പം ഞങ്ങൾ വന്നത് November 1-നാണ്. അപ്പൊ ഇത്രയും മാസത്തിനകത്ത് ഞങ്ങൾക്ക് 68 തൊട്ടുള്ള കുറെ ശ്ലോകങ്ങളായിരുന്നു, പിന്നെ 90 തൊട്ടുള്ളതും. ഇത്രയും ശ്ലോകങ്ങള് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ വായിക്കാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇന്ദിരാക്കയ്ക്കും മറ്റുള്ള നമ്മുടെ കൂടെയുള്ള ശിക്ഷകർക്കും മറ്റുള്ള എന്താ പറയുന്നത് എല്ലാ രോഗബന്ധുസിനും അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം വായിച്ചു എന്നുള്ളത്. എൻ്റെ സ്വന്തം ഒരു വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനൊരു അവസരം കിട്ടിയത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. രണ്ടാമത് പിന്നെ നമ്മുടെ ഈ ഒരു പഠന ക്ലാസ്, ചാൻഡിങ് റെപ്പറ്റീഷൻ, ഗൈഡൻസ്, എക്സ്പ്ലനേഷൻ എന്നെല്ലാം പറഞ്ഞ് ഓരോ ദിവസം ഓരോ ചൊവ്വായും വെള്ളി വരുമ്പോഴും ഒക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഞാനും ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അങ്ങനെ അതുമായിട്ട് കുറച്ചുകൂടി പരിചയപ്പെടാൻ ഇടയായി. അങ്ങനെ ഇത്രത്തോളം വന്ന് എത്തി നിൽക്കുമ്പം ഞാനൊന്ന് ചിന്തിക്കുമ്പം സത്യം പറഞ്ഞാൽ ഒരു വലിയ അനുഭവമാണ് ഇതിൽ നിന്നും ഉണ്ടായത്. ഈ ഒരു SPYS എന്ന് പറഞ്ഞ ഒരു സമിതിയും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇന്ദിരാദേവിയൊക്കെ ഇതിനെ കൊണ്ട് നടക്കാനും എല്ലാവരെയും ഒരു ദിവസം തന്നെ എത്ര ഫോൺ കോൾ തന്നെ ചെയ്യുന്നുണ്ട്, മെസ്സേജുകൾ എന്തുമാത്രമുണ്ട്, വോയിസ് ക്ലിപ്പ് എത്രയുണ്ട്, ടൈപ്പ് ചെയ്ത് എത്ര എണ്ണം വിടണം, ഇതിനെല്ലാം സമയം കണ്ടെത്തിക്കൊണ്ട് ഇതെല്ലാം നമുക്കൊക്കെ വേണ്ടിയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട്. ഒപ്പം ഇന്ദിരാദേവിയൊക്കെയും എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ്, ഞാനും പഠിച്ചിട്ടില്ല ഓമനക്കുട്ടിയേക്കായി, നമുക്കിതൊന്നും സർവീസ് കാലത്ത് പറ്റില്ലല്ലോ എന്ന് പറയാം. സത്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ബുക്കുകൾ പലതും വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും മറിച്ചു നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പഠിച്ചിട്ടുള്ളത് രാമായണമാണ്. അതൊരു 10-35 വർഷം കൊണ്ട് വായിക്കാനും അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലും അത് വായിക്കുന്നതുകൊണ്ട് നമ്മളും വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ കിട്ടിയ ഒരു അവസരം വളരെ സൗഭാഗ്യമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് കൊണ്ടുപോയി നമ്മൾ August 14 സമർപ്പിക്കുന്നിടം വരെയുള്ള ഒരാശങ്ക എല്ലാവരിലും ഉണ്ട്. നന്നായി അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇന്ദിരയാക്കും ഈ സമിതിയിലുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, നന്ദി, നമസ്കാരം. ഒന്നുകൂടി പറയട്ടെ, ഇന്ദിരാദേവിയൊക്കെ ഒരിക്കൽ കൂടി ഈ സമയത്ത് നന്നായി ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഐശ്വര്യോഗം തരട്ടെ എന്ന് അഭിനന്ദിക്കുന്നു. ഒപ്പം എൻ്റെ കൂടെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് അപേക്ഷിക്കുന്നു. നന്ദിയോടെ എല്ലാവരെയും ഓർക്കുന്നു. അപ്പം ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ശ്രീരാക്ക ഒരിക്കൽ എന്നോട് വിളിച്ച് പറയുണ്ടായി, സാർ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ലിങ്ക് ജോയിൻ ചെയ്താലും കൊണ്ടുപോകുമെന്ന് ഞാൻ ഓർത്തില്ല. കാരണം സമയം അത്രയ്ക്ക് എനിക്ക് കുറവായിരുന്നു. എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോഴാണേലും അസുഖമൊക്കെ ആണെങ്കിലും ജോയിൻ ചെയ്യാനും ഇതൊക്കെ പാടാനും എനിക്ക് അവസരങ്ങൾ എല്ലാവരും തരുന്നുണ്ട്. സന്തോഷം. എല്ലാവരോടും നന്ദി, നമസ്കാരം.
ഹരി ഓം. ഹരി ഓം. ലതാ മോഹനക്ക. ലതാ മോഹനക്ക. ഹരി ഓം. ഹരി ഓം ഇന്ദിരാക്ക, ഹരി ഓം എല്ലാവർക്കും. എനിക്ക് പറയാനുള്ളത്, നാരായണീയം ബുക്കൊക്കെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ അത് തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ സമിതിക്ക് ആദ്യം നന്ദി പറയാണ്. സമിതിക്കും അതിന് ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്ത് അതിന് ലീഡർഷിപ്പ് എടുത്ത് വളരെ ഭംഗിയായിട്ട് എല്ലാവരെയും പങ്കെടുപ്പിച്ച് അവസാനം വരെ നയിക്കാൻ പറ്റിയ ഇന്ദിരാക്കും വളരെയധികം നന്ദി. അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ലീഡറായ ജയശ്രീ അക്കയ്ക്ക് വളരെയധികം നന്ദി. എല്ലാവരും അവരുടെ ഒരു ഗൈഡൻസ് കൊണ്ടാണ് വായിക്കാൻ പറ്റിയത്. ഇത് കയ്യിലുണ്ടെങ്കിലും തുറന്നു നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ വായിച്ചിരുന്നില്ല, രാമായണം മാത്രമാണ് വായിച്ചിരുന്നത്. അപ്പൊ അതൊരു അവസരം കിട്ടിയതിന് നന്ദി. പിന്നെ ഒരു പ്രത്യേക നന്ദി പറയാനുള്ളത് എനിക്ക് ഇന്ദിരാക്കോട്. കാരണം എന്റെ കണ്ണിന്റെ വയ്യായ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്ന് ആ 100ാം ദശകത്തിലെ അവസാനത്തെ ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ള ആ ഒരു ശ്ലോകം, അത് അക്കയ്ക്ക് എന്നോടുള്ള പ്രത്യേക ഒരു സ്നേഹമായിട്ടാണ് ഞാൻ കരുതണേ. അത് ഭഗവാനായിരിക്കും അങ്ങനെ തോന്നിച്ചത്. അപ്പൊ അതിന് പ്രത്യേക ഒരു നന്ദി. പിന്നെ പങ്കെടുക്കാൻ സാധിച്ചതിന് നന്ദി. നന്ദി നന്ദി നന്ദി. ഹരി ഓം. തിലകമക്ക. മ്യൂട്ടാണക്ക, മ്യൂട്ടാണ്. അതോ ആദ്യമായി വയസ്സിനും ഇന്ദിരാക്കും ജയത്രിയാക്കും നന്ദി നന്ദി നന്ദി. ഇന്ദിരാക്ക എന്നോട് പറഞ്ഞു, അനുഭവം പറയണം, നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും. എന്താണ് ഒക്കെ ചീത്തത് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അക്കോട് എന്നും സ്നേഹം മാത്രമേ. എനിക്കറിയാം ഇതിൽ എനിക്ക് വരാൻ പറ്റില്ല സമർപ്പിക്കാൻ. കാരണം എന്റെ മോനെ എന്നെ കാനഡയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവിടേക്ക് സമർപ്പണം ചെയ്യാൻ എനിക്ക് വരില്ല എന്ന് അറിഞ്ഞാലും കൂടി ഞാനത് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ജയശ്രീ അക്ക പറഞ്ഞു തന്നാൽ ഞാൻ അതേപോലെ പഠിച്ച് എങ്ങനെയെങ്കിലും അതിൽ ചെല്ലിയിടണം എന്ന് എനിക്ക് ഭയങ്കര മോഹം. പക്ഷെ ഞാൻ സമർപ്പണത്തിന് ഞാൻ വരില്ല എന്നുള്ളത് എനിക്ക് മനസ്സിന് എന്നും പ്രയാസമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ദിരാക്ക എന്നെ വിളിക്കണ, 100ാം ദശകം സമർപ്പണം ഉണ്ട്. ഞാൻ വിചാരിച്ചു ഭഗവാൻ എന്നെ ഈ സമർപ്പണത്തിലെങ്കിലും എന്നെ ചേർത്തല്ലോ. അങ്ങനെ ആദ്യത്തെ ഇതന്നെ ഇന്ദിരാക്ക എനിക്ക് തന്നു. ഞാൻ വളരെ സന്തോഷം. ഭഗവാൻ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ സമർപ്പിച്ചു. ഞാൻ അങ്ങോട്ട് വന്നില്ലെങ്കിലും കൂടി സമർപ്പണം ഇവിടെയും നടത്തിയല്ലോ. എനിക്ക് പറയാൻ വയ്യ ഇന്ദിരാക്ക, ഒരു ചീത്തതും എനിക്കില്ല. അക്ക അങ്ങനെ പറഞ്ഞത് എനിക്ക് മഹാവിഷമായി പോയി. എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര മനപ്രയാസമുള്ളപ്പോ അക്ക പറഞ്ഞു ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അക്ക എനിക്കൊന്നും അധികം പറയാനില്ല അക്ക, എനിക്ക് പറയാൻ വയ്യ ഒന്നും. നിങ്ങളെല്ലാവരും ഗുരുവായൂർ പോയി സമർപ്പിക്കുന്നു. എന്നെ പ്രത്യേകം എനിക്കും വേണ്ടും കൂടി പ്രാർത്ഥിക്കൂ. പിന്നെ ആ വിവരണം എല്ലാ അക്കടെ പേര് ഞാൻ വേറെ പറയുന്നില്ല. എല്ലാ അക്കന്മാരും ആ വിവരണം ചെയ്യുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. നല്ല തരത്തിലാണ് എല്ലാ അക്കന്മാരും പ്രസിദ്ധീതാക്കിലും ആ പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല. നന്നായി പറഞ്ഞു തന്നേല് വളരെ. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അക്ക സമർപ്പണം കഴിഞ്ഞാലും ഓരോരോ നമ്മൾ ഓരോരുത്തരും 11 അങ്ങനത്തെയൊക്കെയല്ലേ പഠിച്ചെന്നാലും വരിയായിട്ട് ഇനിയും അത് സമർപ്പിക്കണം എന്ന് ഇന്ദിരാക്കോട് ഞാൻ അപേക്ഷിക്കുന്നു. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരോടും നന്ദി 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 നന്ദി. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പറയാൻ കിട്ടാത്തതുകൊണ്ടാണ്. പറയാനുണ്ടോ? ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ദേവ്യക്ക് വല്ലതും പറയാനുണ്ടോ? ഹരി ഓം അക്കമാരെ, അമ്മമാരെ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷാണ്. ഞാൻ എൻ്റെ കുടുംബത്തിൽ പലരും വയസ്സായവരൊക്കെ നാരായണീയം വായിക്കുമ്പോൾ എനിക്ക് സംസ്കൃതം പഠിക്കാത്തത് വല്ലാത്തൊരു സങ്കടമായിരുന്നു. പക്ഷെ സംസ്കൃതം പഠിച്ചില്ലെങ്കിലും നാരായണീയം വായിക്കാനും അർത്ഥം മനസ്സിലാക്കാനും ഒക്കെയ്ക്കും അവസരം തന്ന ഈ ഒരു സമിതിയും, അതേപോലെ ഒന്നും അറിയാത്ത എന്നെ മുന്നോട്ട് കൊണ്ടുപോയ ഇന്ദിരാക്ക, സുനിതാക്ക, എൻ്റെ ബാക്കി കൂട്ടുകാരെല്ലാവരും എന്നോടൊപ്പം നിന്ന് എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. എൻ്റെ 108 പ്രാരാബ്ദങ്ങൾക്കിടയിൽ പലപ്പോഴും ഞാൻ പലതിലും പങ്കെടുക്കാതിരുന്നിട്ടുണ്ട്. എന്നാലും എൻ്റെ ഇന്ദിരാക്ക എന്നെ എപ്പോഴും വിളിച്ച് കൂട്ടത്തിൽ കൂട്ടിയിരുന്നു. എനിക്ക് വളരെ സന്തോഷം. ഇനി നമുക്ക് എല്ലാവർക്കും തമ്മിൽ കാണാനും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ എത്താനും നമുക്കത് സമർപ്പിക്കാനും ഭഗവാൻ അവസരം തരട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥന മാത്രം. എല്ലാവർക്കും നന്ദി. പറയാനുണ്ടോ?
ഹരിയോം. ഞാൻ എനിക്കുണ്ടക്കാ ആരുണ്ട്? ഗൗരി ആർ ഗൗരി ആർ അട്ടനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും മലയാളം ഞാൻ പഠിച്ചതൊക്കെ കന്നഡ ആയതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇന്ദിരാദേവിയൊക്കെ പറഞ്ഞതുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ഇഷ്ടപ്പെടുന്നു. ശരിക്കും ഈ നാരായണീയം എന്നിലെ ഈ ശബ്ദം ഞാൻ കേട്ടതിന് ഏകദേശം ഈ നാരായണീയം തുടങ്ങിയിട്ട് 53-ാമത്തെ വർഷം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കാം വിമലക്കന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിമലക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിന്ന് നാരായണീയം ക്ലാസ് ഉണ്ട് എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നാരായണീയമോ, അതെന്ത് വിമലക്കാന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി വിമലക്കൻ പറഞ്ഞു. പിന്നെ അക്കക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചേർക്കാം. ഇന്ദിരാദേവി അക്കന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാവോ, എനിക്ക് മലയാളം വായിക്കാനൊന്നും അല്ല, പ്രശ്നമില്ല, നിങ്ങൾ ചേർന്നോളൂ പിന്നെ നോക്കാന്ന്. അങ്ങനെ എന്നെ ചേർത്തു. പിന്നെ ഞാൻ ബുക്ക് വാങ്ങിച്ചു കന്നഡത്തില്. പക്ഷെ അത് വായിക്കുമ്പോൾ നിങ്ങൾ ഈ ചൊല്ലുന്നത് കേൾക്കുമ്പോൾ അതിന് ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ദിരാദേവി അക്കനെ വിളിച്ചിട്ട് എന്റെ ബുദ്ധിമുട്ടെല്ലാം പറഞ്ഞു. അപ്പൊ അക്കൻ പറഞ്ഞു ചേർന്നോളൂ, ഒക്കെ ശരിയാവും പിന്നാന്ന് പറഞ്ഞു. അങ്ങനെ ജോയിൻ ആയി. എല്ലാം നന്ദി പറയുന്നു ഇന്ദിരാദേവി അക്കനോട്. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ ദിവസം ക്ലാസ് ആകുമ്പോ ഈ തുടക്കത്തിലേ ഞാൻ ജോയിൻ ആവണമായിരുന്നു, തെറ്റ് ചെയ്തു എന്ന്. പക്ഷെ നാരായണത്തിന്റെ തത്വം എന്നല്ലേ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ആ പരാതിയും തീർന്നു. ഇനി ആഗസ്റ്റ് 14 സമർപ്പണത്തിന് പോകാൻ ഭഗവാൻ അനുഗ്രഹിച്ചാല് എന്റെ ജീവിതം സാർത്ഥകമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ ഇന്ദിരാദേവി അക്കനോടും SPYSS സമിതിയോടും യോഗ ബന്ധുക്കളോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഹരിയോം. ഹരിയോം ഇന്ദിരാക്ക. ഞാൻ ഈ പറഞ്ഞ പോലെ കൊച്ചിലേ തൊട്ട് നാരായണൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർക്കും എന്റെ അമ്മ ചൊല്ലുമ്പോ ഇത് എന്തൊക്കെ എന്തെന്നാ ഈ മനുഷ്യന് കേട്ടാ മനസ്സിലാകാത്ത അമ്മ കീർത്തനം ചൊല്ലുന്നെന്ന്. പിന്നെ 12 വർഷം മുമ്പ് ഗുരുവായൂർ ഞാൻ വേറൊരു ഗ്രൂപ്പിന്റെ കൂടെ സമർപ്പണത്തിനും പോയിട്ടുണ്ട്. അന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ശരിക്കും നാരായണീയം പഠിച്ചെന്ന് പറഞ്ഞാൽ ഇന്ദിരാദേവിയൊക്കെയാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ്. കാരണം ഞാൻ മനസ്സിൽ മരത്തെ കണ്ടത് ഇന്ദിരാദേവിയൊക്കെ മനസ്സിൽ കണ്ടു. അങ്ങനെ ഗുരുവായൂർ സമർപ്പണത്തിന് പോകാം ഇന്ദിരാദേവിയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർത്ത് ഇതെങ്ങനെയെങ്കിലും പഠിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ദിരാദേവിയുടെ കൃത്യമായ ആ ഷെഡ്യൂളും ശരിക്കും ഫുൾ ക്രെഡിറ്റ് ഞാൻ ഇന്ദിരാദേവിയൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. ഇന്ദിരാദേവിയൊക്കെ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ വീട്ടിലിരുന്നു ഒക്കെ വായിച്ച് എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ചു. അതുകൊണ്ട് ഇന്ദിരാദേവി അക്കയോട് കോടി നമസ്കാരം പറയുന്നു ഞാൻ. പിന്നെ ഞങ്ങളുടെ ശിക്ഷക്ക് ജ്യോതി സുരേഷൊക്കെ ഇന്ദിരാദേവിയൊക്കെ പറയുന്ന പോലെ എല്ലാ ഷെഡ്യൂൾ ഇടുമായിരുന്നു. ഞങ്ങളെല്ലാവരും അതിനകത്ത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഇന്ദിരാദേവിക്ക് നമസ്കാരം. ഹരിയോ. ഇനി ഒരുപാട് പേർക്ക് പറയാനുണ്ടാവും, നമുക്ക് സമയമില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ ഞാനങ്ങ് നന്ദി പറയാം, ചെറിയൊരു നന്ദി. കാരണം നമുക്ക് ഇത്രയും നല്ല വാക്കുകൾ കേട്ടപ്പോ എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ എനിക്കെന്നൊരു സംശയമുണ്ട്. എന്നാലും സന്തോഷം. പിന്നെ ഇതിനെല്ലാം നമുക്ക് ഈ സമിതി SPYS സമിതി ഇതിന് അംഗീകാരം തന്നു നമുക്കിത് ചെയ്യാൻ വേണ്ടി. അതിനാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത്. അതിന് പ്രത്യേകം നന്ദി. അതേപോലെ ഇതില് എന്തൊരു സഹകരണമാണ് എല്ലാവരുടെയും ഉണ്ടായെന്നുള്ളത്. നല്ല സഹകരണമായിരുന്നു. അപ്പൊ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. സഹകരണം ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് പോവുക? അതുണ്ടായി. പിന്നെ എല്ലാവരുടെയും നല്ല സഹകരണമായിരുന്നു. അപ്പൊ അതിന് പ്രത്യേകം നന്ദി. അങ്ങനെ ഓരോരുത്തർക്കും. പിന്നെ ഈ ദശകങ്ങൾ മുഴുവൻ കഴിയുന്നവരെ നമ്മുടെ സുനീനക്ക ഒപ്പം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഇതാണ്. എത്ര ഇതായിട്ടാണ് 1 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ ഇരുന്നാലും അവിടെ ഇരുന്നോളും. എങ്ങനെയായാലും അത് നമുക്ക് നന്ദി എത്ര പറഞ്ഞാലും തീരാത്ത നന്ദി ആണ്. പിന്നെ ഈ ശിക്ഷകര് എല്ലാവരും നല്ല രീതിയിലാണ് ശിക്ഷണം നൽകിയത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഹരിയോ. ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം.